ഒരു പ്രദേശത്തിന്റെ പേരാണ്. ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും ഒരേ വീട്ടുപേരാണ്, ഒരേ സ്ഥലപ്പേരാണ്. ആ സ്ഥലത്ത് താമസിക്കുന്നവരുടെ മുഴുവൻ ഒരേ പേരിലാണ് അറിയപ്പെടുന്നത്. ബിജെപിയുടെ നേതാവ് അനുരാഗ് താക്കൂർ എന്താ പറഞ്ഞത്? അതെങ്ങനെയാണ് സാധ്യമാവുന്നത്? ഫാത്തിമയും അതുപോലെ തന്നെ നാണിയമ്മയും അതുപോലെ തന്നെ മറിയവും ഒക്കെ എങ്ങനെയാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത് സാധ്യമാവുന്നത്? അല്ലെ? 3 വ്യത്യസ്ത മതങ്ങളിലെ ആളുകളുടെ പേര് കണ്ടപ്പോ ഉത്തരേന്ത്യൻ സംഖ്യക്ക് കലിയിളകി. ഇതെങ്ങനെയാ സാധ്യമാവുന്നത്? ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം ഒറ്റക്കെട്ടായിട്ട് താമസിക്കോ? എടോ, അതാണ് കേരളം, അതാണ് കേരളം. സംഘികളെ തീണ്ടാപ്പാടായി നിർത്തിയിട്ടുള്ള കേരളം. തൃശ്ശൂരിൽ നിങ്ങൾ ജയിച്ചത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ഇപ്പൊ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. ഒട്ടേറെ കാരണങ്ങളുണ്ട്. തൃശ്ശൂരിൽ ജയിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം ഇരിക്കുന്ന ഓഫീസിന് മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത്, അല്ലേ? തൃശ്ശൂരിലെ മേയർ എങ്ങനെയാണ് തൃശ്ശൂരിലെ ബിജെപി ഡിവിഷനുകളിലൊക്കെ എങ്ങനെയാണ് വ്യാജ വോട്ടുകൾ ചേർത്തതെന്നത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. എന്താ പിണറായി വിജയൻ ഒന്നും പറയാത്തത്? CPM-ന്റെ അനുഭാവികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ബിജെപിക്ക് വേണ്ടി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വ്യാപകമായി കള്ള വോട്ട് ചേർക്കാൻ വേണ്ടി കൂട്ടുനിന്നിട്ടുള്ളത്. അതിന് കൂട്ടുനിന്നിട്ടുള്ള ഒരാൾ നാഷണൽ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലാണ്. ഈ രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, ഈ രാജ്യത്തെ മതേതരത്വത്തെ സംരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരികെ വന്നേ പറ്റൂ എന്ന് ആവർത്തിച്ചു പറയുന്ന കാര്യങ്ങളാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടല്ലോ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളോട് ബജ്രംഗ് ദൾകാർ എന്താ ചെയ്തത്? നിങ്ങൾ കണ്ടതാണല്ലോ. ആ ബജ്രംഗ് ദളിന്റെ ഗുണ്ടകൾ ചെന്ന് 2 കന്യാസ്ത്രീകളെ അതിക്രൂരമായി ആക്രമിച്ച് അവർക്കുമേൽ കള്ളക്കേസ് ചുമത്തി അവരെ ജയിലിലാക്കി 9 ദിവസക്കാലത്തിലധികം ആ ജയിലിൽ കിടത്തി ദ്രോഹിച്ചു. എന്താ ചെയ്തത്? സാമൂഹിക മാധ്യമങ്ങളിൽ ആ മലയാളികളായ കന്യാസ്ത്രീകൾക്കെതിരെ കുലഭ്യം പറയുകയാണ്. ആർക്കെങ്കിലും ഒക്കെ ബിജെപി നന്നായി പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഈസ്റ്ററിനും ക്രിസ്മസിനും അവര് കേക്കുമായി വരും. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ കരോൾ സംഘത്തെ അടിച്ചോടിക്കാനും അതേ ആളുകൾ ഉണ്ടാവുമെന്നത് പാലക്കാട്ടെ അനുഭവമാണ്. മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തെറ്റിദ്ധാരണയുടെ പേരിൽ ബിജെപി എന്തോ വലിയ സംഭവമാണെന്ന തെറ്റിദ്ധാരണയുടെ പേരിൽ ആർക്കെങ്കിലും ഒക്കെ അങ്ങോട്ട് പോകണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ U-turn അടിക്കാൻ പറ്റിയ സമയമാണ്. ബിജെപിയുടെ പോക്ക് താഴോട്ടാണ്. ബിജെപി എന്നത് ഊതി വീർപ്പിച്ചൊരു ബലൂൺ മാത്രമാണെന്ന് പാലക്കാട്ടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതിന് തൃശ്ശൂരിലും തെളിയിക്കും. ഒരു സംശയവും വേണ്ട. ഞാൻ ഏറെയൊന്നും